നമസ്കാരം. ടി.ജി. മോഹൻദാസിനെ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മോഹൻദാസ് സംഘപരിവാർ സൈദ്ധാന്തികൻ എന്നൊക്കെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മോഹൻദാസിന്റെ അറസ്റ്റ് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. പല മാധ്യമപ്രവർത്തകർക്കും സന്തോഷം അടക്കാൻ വയ്യെന്ന് തോന്നും അവരുടെ ആവേശം കണ്ടാൽ. തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസ് സംഘം മട്ടാഞ്ചേരി ചെറളായിലെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. വീഡിയോ ചിത്രീകരിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്തു. സത്യം പറഞ്ഞാൽ മോഹൻദാസിന്റെ അറസ്റ്റ് കണ്ടപ്പോൾ പിണറായി വിജയന്റെ ഭരണകാലമാണ് ഓർമ്മ വന്നത്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിക്കുന്നവരെയാണ് അന്ന് കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. PC ജോർജിനെ 4-5 വാഹനങ്ങളിൽ പോലീസ് എത്തി പൂഞ്ഞാറിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. കോടതിയിൽ ഹാജരാക്കി PC-ക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലിനെയായിരുന്നു. അതും ഒരു പുലർച്ചെ വീട് വളഞ്ഞാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, കോടതിയിൽ ഹാജരാക്കി, രാഹുലിന് ജാമ്യം കിട്ടി. എറണാകുളത്തുള്ള ഏതോ ഒരു CPM-കാരിയുടെ പരാതിയിലാണ് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് KM ഷാജഹാനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി രാത്രി അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. കോടതിയിൽ ഹാജരാക്കി, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ മാസങ്ങളോളം വിടാതെ പിന്തുടർന്നു, പക്ഷേ കിട്ടിയില്ല. ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറിനെ 2 തവണ അറസ്റ്റ് ചെയ്തു. 10-40 ദിവസത്തിലധികം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ പറയുന്ന എന്നെ ഹരിപ്പാട് വരെ പിന്തുടർന്നാണ് മെഡിക്കൽ കോളേജ് CI ആയിരുന്ന ഹരിലാൽ അറസ്റ്റ് ചെയ്തത്. ഞങ്ങളൊക്കെ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ വിജയനെയും പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് പിണറായി സർക്കാരിൻ്റെ ഭരണമാണ് ഓർമ്മ വരുന്നത്. എന്താണ് ടി.ജി. മോഹൻദാസ് ചെയ്ത കുറ്റം? അദ്ദേഹം തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്ദറിൽ 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ഇതായിരുന്നു ഒരു പരാമർശം. ഇതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമരക്കാരെന്ന് പറയുന്നവർ പോലീസിനെ ആക്രമിച്ചു. പോലീസ് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും തല്ലിത്തകർത്തു, തീയിട്ടു, കല്ലെറിഞ്ഞു. പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് പോലും വിളിച്ചു. അത്തരക്കാരെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സമരം നടത്തുന്നത് അക്രമം നടത്തിയല്ല. അവിടെയാണ് മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പരാമർശം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതിങ്ങനെയായിരുന്നു: അവിടെ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാകില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെയുള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുമുണ്ട്. ഇതായിരുന്നു അടുത്ത പരാമർശം. ഇത് തീർത്തും തെറ്റു തന്നെയാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മോഹൻദാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ചിലരുടെ സമ്മർദ്ദവും വിമർശനവും കൊണ്ടാണത്രേ. ആരാണ് സമ്മർദ്ദപ്പെടുത്തുന്നത്? ആരാണ് വിമർശിക്കുന്നത്? ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ 1-2 കാര്യങ്ങൾ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. തനിക്കൊരു തോക്ക് കിട്ടിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പരസ്യമായി പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അവർക്കെതിരെ പലരും പലയിടങ്ങളിലും പരാതി കൊടുത്തു. ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജാൻമണി ദാസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത് അധിക്ഷേപിച്ചു. അവർക്കെതിരെയും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രധാനമന്ത്രിയെ അശ്ലീലവും അസഭ്യവും പറഞ്ഞു. ഇവർക്കെതിരെയും പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായില്ല. വേടൻ എന്ന് വിളിപ്പേരുള്ള ഒരുത്തൻ, അവൻ കഞ്ചാവ് കേസിൽ പിടിയിലായി, പുലിപ്പല്ല് കേസിൽ പിടിയിലായി. 2 സ്ത്രീധന പീഡന പരാതികൾ ഇവനെതിരെ വന്നു. ജാമ്യത്തിലാണ്. എന്തു ചെയ്തു ഇവനെ? ഒരു ചുക്കും ചെയ്തില്ല. ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യം അനുസരിച്ചാണോ ഇവിടെ അറസ്റ്റുകൾ നടക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച വൈകുന്നേരം തന്നെ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്? ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുക. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ മിക്കവാറും ജാമ്യം കിട്ടിയേക്കാം. പക്ഷേ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് നിലവിളിക്കുന്ന കമ്മികളെയും ജിഹാദികളെയും തൃപ്തിപ്പെടുത്താൻ ഈ അറസ്റ്റ് അനിവാര്യമാണ്. അത് ചെയ്തു, അത്രയേ ഉള്ളൂ. കേരളത്തിലെ BJP-കാരെ കൊണ്ട് എന്തിന് കൊള്ളാം? പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും വരെ സമൂഹ മാധ്യമത്തിലൂടെ എത്രമാത്രം അധിക്ഷേപിച്ചു. ജാൻമണി ദാസും തോക്ക് കിട്ടിയാൽ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ സ്ത്രീയും ഷഫീന ബീവിയും ഒക്കെ എത്രമാത്രം അസഭ്യങ്ങൾ പ്രധാനമന്ത്രിയെ വിളിച്ചു. കുറേ BJP-കാരും RSS-കാരും ഇവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് അത് ഫേസ്ബുക്കിലിട്ട് ലൈക്കും കമൻറ്റും വാങ്ങി എന്നതൊഴിച്ചാൽ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? അതുകൊണ്ട് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ അധിക്ഷേപക്കാരികൾക്കെതിരെ നടപടി എടുപ്പിക്കുകയാണ് വേണ്ടത്. പോലീസിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് പിണറായി വിജയനോ CPM-ഓ ആണെന്നുള്ള സംശയം ബാക്കി നിർത്തിക്കൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.